നോർമലി ഒരു എന്താണ് നമ്മളൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്കും ഉണ്ടായി. പിന്നെ സ്ത്രീകളാകുമ്പോൾ അറിയാമല്ലോ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നോർമലി നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. ചേച്ചി helped me to mash the clay. So it was like a treasure hunt. Inside that we have gold, but instead of gold we have the aluminum foil, and inside that we have the chicken. It's actually so soft. Look at the chicken coming. It's perfectly baked. Hi guys, welcome back to yet another episode. So today I'm standing here in Tambanur near KSRTC bus stand. So there is a reason why I'm standing here. We all know in Trivandrum we get a lot of variety of chicken, right? For example, we get chili chicken, Afghani chicken, a lot more. So here today I am going to taste a chicken dish. But the speciality of this dish is in the making of it. It is made out of clay. It's a clay baked chicken. Can you believe it? So I'm really excited to taste it and to know how the idea came to this side. So shall we go and get to know it? Come. This is Hima's Chapati Kaza. So here I have the owner of the shop, Hima. Let me ask her the details of the shop. Hi ചേച്ചി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ എനിക്ക് എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടാൻ പോകുന്നത്? ഇന്ന് നിങ്ങൾക്ക് ക്ലേ ബേക്ക്ഡ് ചിക്കനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലേ ബേക്ഡ് ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി? ഓയിൽ ഒഴിവാക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രാചീന കുക്കിംഗ് മെത്തേഡാണ് ഈ ക്ലേ ബേക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചിക്കനിൽ ചെയ്യുന്നു. അതെങ്ങനെയാണ് ഈ ഐഡിയ ഇവിടെ കൊണ്ടുവന്നത്? വിദേശത്തായിരുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഷെഫാണ് അതിൻ്റെ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്ലേ ബേക്ഡ് ചിക്കൻ അല്ലാതെ എന്താണ് ഇവിടെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ്? ബാക്കി ഒരു നോർമൽ റെസ്റ്റോറൻറ്റ് മെനു എല്ലാം ഇവിടെ ഉണ്ട്. ചൈനീസ്, പിന്നെ ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇവിടെ ഓർഡറൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മൾ ഡയറക്റ്റ് വരാം. ഈ ക്ലേ ബേക്ക്ഡ് ചിക്കന് പ്രീ ഓർഡർ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂർ മുന്നേ പറയുക, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നോർമൽ ഫുഡ് പോലെയല്ല, കുറച്ചധികം കുക്കിംഗ് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രീ ഓർഡർ ചെയ്യണം. പിന്നെ ബാക്കി എല്ലാ ഫുഡിനും നമുക്കിവിടെ ഡയറക്റ്റ് വരാം. പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി, അതിലെല്ലാം നമ്മൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ്? ഈ ക്ലേ ബേക്ഡ് ചിക്കൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്? നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യും. ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വാഴയിലയിൽ പൊതിഞ്ഞ് പിന്നെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് പിന്നെ കളിമണ്ണിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. അത് പിന്നെ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ചേച്ചി ഒരു വനിതാ സംരംഭമാണ്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ചേച്ചി ഫേസ് ചെയ്തത്? നോർമലി നമ്മളൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്കും ഉണ്ടായി. പിന്നെ സ്ത്രീകളാകുമ്പോൾ അറിയാമല്ലോ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നോർമലി നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഭാഗ്യവശാൽ എൻ്റെ അമ്മയും അച്ഛനും ബിസിനസ് ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി വേറെ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിമർശിക്കുന്നവരുണ്ട്. എന്താണ് വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ടല്ലോ. ബിടെക്കാണ് ഞാൻ ആക്ച്വലി. ഇവിടെ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തു. വിദേശത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് MBA ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇത്രയും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഞാൻ ഒരു ചപ്പാത്തിയും ചിക്കനും വെക്കുക എന്ന് പറയുന്നത് പരിഹാസമായിരുന്നു കുറച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. വനിതാ സംരംഭക എന്ന നിലയിൽ. പിന്നെ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ, മറ്റ് ഫ്രണ്ട്സൊക്കെ ഒത്തിരി സപ്പോർട്ടീവാണ്. പിന്നെ അറിയാമല്ലോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും. അത്തരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. എങ്ങനെയാണ് ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ? എന്നും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഉണ്ടാവുക. പിന്നെ അതായത് സാറ്റർഡേ സൺഡേസ് പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം 11 o'clock വരെ രാത്രി ഉണ്ടാവും. So I'm really excited to taste the clay baked chicken here. So let me go and taste it. I went inside, but the chechi told me just go and wait outside because she has to mash the dish. So
So I'm waiting for her to come. Oh, here she comes. Oh, look at this. So this is the dish. So the Chechi helped me to mash the clay. So it was like a treasure hunt. Inside that we have gold, but instead of gold we have the aluminium foil, and inside that we have the chicken. So let me unwrap it. So I just opened the dish from outside. I was just enjoying the nature and I thought I'll have fun eating from there. But the climate changed, it started raining, so I had to get inside and stay. But if the food looks this good, does the place matter? No. So I'm gonna have the taste. First bite. This has that instant earthy flavor to it. I don't know really to explain, it's really yummy. The first bite, really nice. I'm gonna dig more. So this has that tangy effect to it and an earthy flavor to it. So I thought it's gonna taste something like grilled chicken, but no, it has that authentic baked flavor. This has a lot of masala also. It has garlic, it has tomato, a lot of onion, then surprisingly lime chunks. That was really tasty. I'm gonna dig more again. It has cardamom. It has that really earthy flavor to it, as the name suggests. This masala gives the full justification to the dish. It's actually so soft. Look at the chicken coming. It's perfectly baked. The flavor is something really fresh and something you can really enjoy by looking at the nature. Again, it's really amazing. That flavor of the banana leaf, it really justifies the dish. I think I'm gonna finish this. So I just had the clay baked chicken, which is a special dish here. It was really amazing and I suggest all of you to come here and have the chicken. Not only the dish, I really liked the technique of having it. Mashing the clay and then the foil and then the banana leaf. It was really a one-of-a-kind experience. So I'm gonna come again with yet another different dish to you. Until then, bye-bye.